നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചന്ദ്രനും ശനിയും ഒന്നുചേരാൻ പോവുകയാണ്. ഈ സംയോഗം നമ്മൾ ഭയക്കേണ്ടതുണ്ട്. ഇതൊരു 7 നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സങ്കീർണമായിട്ടുള്ള ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. വേദ ജ്യോതിഷ പ്രകാരം പല വിധത്തിലുള്ള മാറ്റങ്ങളാണ് ഈ കാലഘട്ടത്തിൽ സംഭവിക്കാൻ പോകുന്നത്. അതിൽ ചിലത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും എല്ലാം തരുന്നതാണെങ്കിൽ മറ്റു ചിലത് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നതാണ്. ഈ വരുന്ന ജൂലൈ 16-ന് ശനിയും ചന്ദ്രനും ഒന്നുചേരാൻ പോവുകയാണ്. ഈ 2 ഗ്രഹങ്ങളും ഒരേ രാശിയിൽ വരുമ്പോൾ പലപ്പോഴും അത് വിഷയോഗത്തിനാണ് കാരണമാകുന്നത്. അത് മാത്രമല്ല, ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങളും സംഭവിക്കാൻ പോവുകയാണ്. ശനിയുടെ ദോഷഫലങ്ങളും അതോടൊപ്പം ചന്ദ്രനും ചേരുമ്പോൾ അത് പ്രതികൂലമായിട്ടുള്ള പല മാറ്റങ്ങളുമാണ് എത്തിക്കാൻ പോകുന്നത്. ചന്ദ്രൻ വൈകാരികമായിട്ടുള്ള ചില മാറ്റങ്ങളാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സംയോഗം അശുഭകരമായിട്ടാണ് എപ്പോഴും നമ്മൾ കണക്കാക്കുന്നത്. വിഷയോഗം രൂപപ്പെട്ടാൽ അത് പലപ്പോഴും വൈകാരിക അസന്തുലിതാവസ്ഥയും മാനസിക സമ്മർദ്ദവുമാണ് വർദ്ധിപ്പിക്കുന്നത്. അത് മാത്രമല്ല, സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം ഉടലെടുക്കുന്നതാണ്. കൂടാതെ കാലതാമസം, നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നതിനുള്ള കാലതാമസമൊക്കെ ഉടലെടുക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് 7 നക്ഷത്രക്കാരിലാണ് ഇത് പ്രതികൂലമായിട്ട് ബാധിക്കുന്നത്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അത്രയധികം ദോഷഫലങ്ങളാണ് ഇത് ഉണ്ടാക്കുന്നത്. വിഷയോഗത്തെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട ദോഷങ്ങൾ എന്തൊക്കെയാണെന്നും ആ ദോഷങ്ങൾ മാറാൻ നമ്മൾ എന്ത് ചെയ്യണമെന്നും അത് ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ബാധിക്കുന്നതെന്നുമാണ് നമ്മളിവിടെ പറയുന്നത്. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതാണ്. വിഷയോഗത്തിന്റെ ഫലമായിട്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെയധികം പ്രതിസന്ധികൾ ഉണ്ടാകുന്നു എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 2025 ജൂലൈ 16-നാണ് ശനിയും ചന്ദ്രനും സംയോജിച്ച് വിഷയോഗം രൂപപ്പെടുന്നത്. 25 വർഷത്തിന് ശേഷമാണ് ഈ അപൂർവ സംയോജനം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചു കാലത്തിന് ശേഷം ഈ യോഗം വളരെയധികം ദോഷകരമായിട്ടാണ് നിലനിൽക്കുന്നത്. ഇത് ആദ്യമായിട്ട് ബാധിക്കുന്ന നക്ഷത്രക്കാരെന്ന് പറയുന്നത് പുണർദം അവസാന കാൽഭാഗവും പൂയവും ആയില്യവും അടങ്ങുന്ന കർക്കടകം രാശിക്കാർക്കാണ്. കർക്കടകം രാശിക്കാർക്ക് ഈ യോഗം 8-ാം ഭാവത്തിലാണ് സംഭവിക്കുന്നത്. പലപ്പോഴും ഇവരിൽ വൈകാരികമായിട്ടുള്ള അസ്വസ്ഥതകളൊക്കെ വർദ്ധിക്കുന്നുണ്ട്. കൂടാതെ പല വിധത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും വിടാതെ പിന്തുടരുന്നുണ്ട്. ബന്ധങ്ങളിലൊക്കെ വെല്ലുവിളികൾ ഇവര് അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. പല വിധത്തിലുള്ള തെറ്റിദ്ധാരണകൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. പലപ്പോഴും കുടുംബ ജീവിതത്തിലെ വെല്ലുവിളികൾ നിങ്ങളുടെ മനസമാധാനം നഷ്ടപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ പോലീസ് കേസിലൊക്കെ അകപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. ശനിപ്രീതി വരുത്തേണ്ടതാണ്. ശനിയാഴ്ച വ്രതം എടുക്കുന്നതും ശാസ്താക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതും ഇതിനൊരു പരിഹാരമായിരിക്കും. ജൂലൈ 16 മുതൽ ജൂലൈ 29 വരെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. ഈ സമയങ്ങളിൽ കഴിവതും ക്ഷേത്ര ദർശനം നടത്തേണ്ടതാണ്. കൂടാതെ എപ്പോഴും ശനിയെ ഭജിക്കുന്നതും കറുത്ത നിറത്തിലുള്ള വസ്ത്രങ്ങൾ കൂടുതൽ ധരിക്കുന്നതും വളരെ നല്ലതാണ്. അടുത്തതായിട്ട് ഈ വിഷയോഗം വന്നിരിക്കുന്നത് വിശാഖം അവസാന കാൽഭാഗവും അനിഴവും തൃക്കേട്ടയുമാണ്. അതായത് വൃശ്ചികം രാശിക്കാർക്കാണ്. വൃശ്ചികം രാശിക്കാർക്ക് പല വിധത്തിലുള്ള വെല്ലുവിളികളാണ് വിഷയോഗം മൂലമുണ്ടാകുന്നത്. ഇത് ഇവരുടെ 4-ാം ഭാവത്തിലാണ് രൂപം കൊള്ളുന്നത്. ഇത് മാത്രമല്ല, വീട്ടിലെ സന്തോഷവും സമാധാനവും എല്ലാം ഇവർക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെയേറെയാണ്. ഗ്രഹ അന്തരീക്ഷത്തിൽ കൂടുതൽ പ്രതികൂലമായിട്ടുള്ള മാറ്റങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത്. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം. അപകടങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എല്ലാം സൂക്ഷിച്ച് മുന്നോട്ട് പോവുക. സാമ്പത്തിക അടിത്തറ നിങ്ങൾക്ക് ചെറുതായിട്ട് ഒന്ന് ഇളകാൻ സാധ്യതയുണ്ട്. ആ അടിത്തറ ഇളകാതെ ബിസിനസ് ഒക്കെ ചെയ്യുന്നവര് വളരെ ശ്രദ്ധാപൂർവം മുന്നോട്ട് പോകേണ്ടതാണ്. ചില സ്വത്ത് സംബന്ധമായിട്ടുള്ള തർക്കങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. കോടതിപരമായ കേസുകളിലൊക്കെ പ്രതികൂലമായിട്ടുള്ള വിധികളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ ആരോഗ്യത്തോടൊപ്പം നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ആരോഗ്യവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. സമ്മർദ്ദകരമായിട്ടുള്ള ഒരു സാഹചര്യമായിരിക്കും ഈ 16-ാം തീയതി മുതൽ 29-ാം തീയതി വരെ നിങ്ങൾ നേരിടാൻ പോകുന്നത്. തീർച്ചയായിട്ടും ശനിപ്രീതി വരുത്തേണ്ടതാണ്. ശാസ്താക്ഷേത്രത്തിൽ പോവുക, പ്രാർത്ഥിക്കുക, വഴിപാടുകൾ ചെയ്യുക, അന്നദാനം ചെയ്യുക. ഇതൊക്കെയാണ് ഇതിന് പ്രതിവിധിയായിട്ട് കാണുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾക്കെല്ലാം ഒരു പരിധിവരെ അറുതി വരുന്നതാണ്. എല്ലാം നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള
ഒരു ശക്തി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക. അടുത്തതായിട്ട് ഈ വിഷയോഗം വന്നെത്തിയിരിക്കുന്ന മീനം രാശിക്കാർക്കാണ്. അതായത് പൂരുരുട്ടാതി അവസാന കാൽഭാഗവും ഉത്തരുട്ടാതിയും രേവതിയുമാണ്. മീനം രാശിക്കാർക്ക് അവരുടെ 12ാം ഭാവത്തിലാണ് വിഷയോഗം സംഭവിക്കുന്നത്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ച ചെലവുകളാണ് വരാൻ പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ സാമ്പത്തികത്തിന്റെ അടിത്തറ പ്രതിസന്ധിയിലാകാൻ പോവുകയാണ്. കൂടാതെ മാനസികമായിട്ടുള്ള ആരോഗ്യത്തിന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം. മാനസിക സമ്മർദ്ദങ്ങളൊക്കെ ഏറുവാനുള്ള സാധ്യതയുണ്ട്. പല സ്ഥലത്തു നിന്നും നിങ്ങൾക്ക് പല രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ നിങ്ങളെ മാനസികമായിട്ട് തളർത്തുന്നതാണ്. നിയമപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ കൂടുതൽ ശ്രദ്ധ വേണം. അത് അങ്ങനെ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് പ്രതികൂലമായിട്ടുള്ള അവസ്ഥകൾ നിങ്ങൾക്ക് ഉണ്ടാക്കാനുള്ള സാധ്യത വളരെയേറെയാണ്. നഷ്ടങ്ങൾ പല കോണിൽ നിന്നും തേടിയെത്തുവാനുള്ള സാധ്യതയുണ്ട്. അത് സാമ്പത്തിക സ്ഥിതിയാണ് നിങ്ങൾക്ക് ഈ വിഷയോഗത്തിലൂടെ തകരുന്നതായിട്ട് കാണുന്നത്. അതുകൊണ്ട് സാമ്പത്തികപരമായിട്ടുള്ള ഇടപാടുകളെല്ലാം നടത്തുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം. കഴിയുമെങ്കിൽ ഈ 16-ാം തീയതി മുതൽ 29-ാം തീയതി വരെ നിങ്ങൾ സാമ്പത്തികമായിട്ടുള്ള വലിയ വലിയ ഇടപാടുകൾ നടത്താതിരിക്കുന്നതാണ് ഉചിതം. അതിനുശേഷം നടത്തുന്നതായിരിക്കും വളരെ ഉചിതം. ഇതെല്ലാം ഒരു പരിധിവരെ മാറുവാനായിട്ട് നിങ്ങൾ ശനിയാഴ്ച വ്രതം എടുക്കുന്നതും ശാസ്താക്ഷേത്രത്തിൽ പോകുന്നതും വളരെ നല്ലതായിരിക്കും. കൂടാതെ കറുത്ത വസ്ത്രം ധരിക്കുന്നതും വളരെ നല്ലതായിരിക്കും. ഏറ്റവും പുണ്യകരമായിട്ടുള്ള ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് അന്നദാനം നടത്തുക എന്നതാണ്. ഒരാൾക്ക് അന്നദാനം നടത്തുന്നത് വളരെ നല്ലതായിരിക്കും. അത് വേണ്ടപ്പെട്ട കൈകളിലേക്കാണ് എത്തുന്നതെന്ന് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ മേൽപ്പറഞ്ഞ നക്ഷത്രക്കാരെല്ലാം ഈ ജൂലൈ 16 മുതൽ ജൂലൈ 29 വരെ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക, ശാസ്താവിനെ ഭജിക്കുക, ശനീശ്വരനെ പ്രീതിപ്പെടുത്തുക, ശനിയാഴ്ച വ്രതം എടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ മാറിക്കിട്ടുന്നതാണ്. കൂടാതെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. കൂടാതെ നമ്മളുടെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.